ഒരു ചെക്കപ്പിന് പോയാൽ തന്നെ ഞാൻ അവിടെ 2 ദിവസം തങ്ങണം. ഒരിടത്ത് പോയി ബ്ലഡ് പരിശോധിച്ചാൽ വേറൊരിടത്ത് പോയി അതിൻ്റെ സ്കാനിങ് എടുക്കണം, വേറൊരിടത്ത് പോയി മൂത്രം ചെക്ക് ചെയ്യണം, വേറൊരിടത്ത് പോയി മലം ചെക്ക് ചെയ്യണം. പള്ളിയിലെ അന്ന് ഉദ്ഘാടനം ചെയ്ത അന്ന് പറഞ്ഞത് പുരുഷന്മാരുടെ കൈ കൊടുത്താൽ വീട്ടിൽ ചെല്ലുകയായിരുന്നു. പുരുഷന്മാരുടെ കൈ വീട്ടിൽ ചെല്ലാതെ താങ്കളുടെ ഖജനാവിലാണ് വരുന്നത്. പ്രൈവറ്റ് വണ്ടിയെ തകർത്ത് കളയാനുള്ള ഒരു നീക്കം തന്നെയായിട്ടേ കാണാൻ പറ്റൂ. കാരണം സർക്കാർ ജീവനക്കാരാണ് കൂടുതലും ഈ KSRTC കയറുന്നത്. പാവങ്ങൾ എപ്പോഴാണ് കയറുന്നത്? സർക്കാർ ജീവനക്കാർ കയറുന്നു, അവർക്ക് ഇറങ്ങാനുള്ള സൗജന്യം അതും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ക്യാൻസറുകൾ മരുന്നില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ അവർ പണിയെടുത്ത് അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇറക്കി പിടിച്ചിട്ടാണ് സാർ മരുന്ന് മേടിക്കുന്നത്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. അതിലുപരി നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇനിയും മുന്നോട്ട് കാണുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വീഡിയോ തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ KSRTCയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമായി സർക്കാർ കൊടുത്തു. നല്ല കാര്യം തന്നെയാണ്, ഇല്ലെന്ന് അതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും ക്യാൻസർ രോഗികൾ ഉള്ള നാടാണ് നമ്മുടെ, എല്ലാവർക്കും അറിയാം. കൂലിപ്പണി എടുത്തിട്ട് അതിൽ നിന്നും മരുന്ന് മേടിക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായ ന്യൂസുകൾ നമ്മൾ കാണുന്നതാണ്. സഹായം ചോദിച്ച് ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട CM-നോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, ക്യാൻസർ രോഗികൾക്ക് മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കുവാണ് എങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും. ജനങ്ങൾ അംഗീകരിക്കും. KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യമായി താങ്കൾ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്കില്ലാത്തത്? പുരുഷന്മാരൂടെ ചെയ്തിട്ടാണ് താങ്കളെ വിജയിപ്പിച്ചത്. താങ്കൾ അന്ന് ഉദ്ഘാടനം ചെയ്ത അന്ന് പറഞ്ഞത് പുരുഷന്മാരുടെ കൈ കൊടുത്താൽ വീട്ടിൽ ചെല്ലുകയായിരുന്നു. പുരുഷന്മാരുടെ കൈ വീട്ടിൽ ചെല്ലാതെ താങ്കളുടെ ഖജനാവിലാണ് വരുന്നത്. ബിവറേജിൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് താങ്കളുടെ ഖജനാവിലേക്കാണ് വരുന്നത്. ഈ ബിവറേജിൽ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഈ KSRTC ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് താങ്കൾ പുനഃക്രമീകരിച്ച് കൊണ്ടുവരുള്ളൂ. അല്ലാതെ എവിടെ നിന്ന് വരും? അതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ എവിടെ നിന്നാണ് താങ്കൾക്ക്? സോഴ്സാണല്ലോ പ്രധാനം. ലോട്ടറി, ബിവറേജ് അതുപോലുള്ള ഇടങ്ങളിൽ നിന്നും അല്ലേ താങ്കളുടെ ഖജനാവിലേക്ക് നിറയുന്നത്? ഒരു കാര്യം കൂടി, ഈ ഒരുപാട് ക്യാൻസർ രോഗികൾ ഇങ്ങനെ വലയുകയാണ്. അത് നമ്മുടെ ഈ നാട്, ഈ കൊച്ചു കേരളത്തിൽ. അത് കാണാതെ അവർക്ക് മരുന്ന് മേടിക്കാൻ സൗജന്യം കൊടുക്കണം. അതൊരു വലിയ ശരിയായ കാര്യമാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് വണ്ടിയെ തകർത്ത് കളയാനുള്ള ഒരു നീക്കം തന്നെയായിട്ടേ കാണാൻ പറ്റൂ. കാരണം പ്രൈവറ്റ് വണ്ടിക്ക് ഭയങ്കര തളർച്ചയിലേക്കാണ് പോകുന്നത്. അപ്പം വാക്ക് പാലിക്കുക തന്നെ ചെയ്യണം. അത് ജനങ്ങളുടെ അംഗീകാരത്തോടെ വാക്ക് പാലിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഏറ്റവും എമർജൻസി ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആശുപത്രി താങ്കൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ പോയാലും ഇപ്പോഴും പാവങ്ങൾ ഒരു സ്കാൻ റിപ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു സ്കാൻ എടുക്കണമെങ്കിൽ പ്രൈവറ്റിനെ ആശ്രയിക്കണം സാർ. എല്ലാ മെഡിക്കൽ കോളേജിലെയും സ്കാനിങ് മെഷീൻ കംപ്ലൈൻ്റ് ആണ് സാർ. അത് ഒന്ന് കാണാനുള്ള മനസ്സുണ്ടാവണം. ഇവിടുന്ന് സാധാരണക്കാരൻ, ഓട്ടോക്കാരൻ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയെന്ന് വണ്ടിയുടെ പുറകെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ KSRTCയിൽ സൗജന്യമായി ക്യാൻസർ രോഗികൾക്ക് യാത്ര ചെയ്യാനുള്ള ബോർഡ് വെക്കണം. അങ്ങനെ കൊടുക്കണം. അല്ലാത്ത പക്ഷം അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മരുന്ന് മേടിക്കാനുള്ള പൈസ തികച്ചും സൗജന്യമായിട്ട് കൊടുക്കണം. കാരണം അതാണ് സാർ ഏറ്റവും ന്യായമായിട്ടൊരാവശ്യം. സ്ത്രീകൾക്ക് യാത്ര കൊടുത്തെങ്കിൽ സർക്കാരിന് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഗുണമുള്ളത്. കാരണം രാവിലെ സർക്കാർ ജീവനക്കാരാണ് കൂടുതലും ഈ KSRTC കയറുന്നത്. പാവങ്ങൾ എപ്പോഴാണ് കയറുന്നത്? സർക്കാർ ജീവനക്കാർ കയറുന്നു, അവർക്ക് ഇറങ്ങാനുള്ള സൗജന്യം അതും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അത്രയും ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറൊന്നും സംഭവിക്കുന്നില്ല. ക്യാൻസറുകൾ മരുന്നില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ അവർ പണിയെടുത്ത് അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇറക്കി പിടിച്ചിട്ടാണ് സാർ മരുന്ന് മേടിക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ഈ കൊച്ചു കേരളത്തിലുള്ളത്. അത് മാറ്റാനാണ് താങ്കൾ ശ്രമിക്കേണ്ടത്. KSRTC പെണ്ണുങ്ങൾക്ക് മാത്രം യാത്ര സൗജന്യമായി കൊടുത്തു, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സൗജന്യ യാത്ര അംഗീകരിക്കാം. 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സൗജന്യ യാത്ര, അതാണ് അംഗീകരിക്കാം. ഇതൊരുമാതിരി ഖജനാവ് മൊത്തം വീണ്ടും കേരളത്തെ കടക്കണിയിലേക്ക് കൊണ്ടുപോവാണ് സാർ. പിണറായിയെക്കായാലും വീണ്ടും കടബാധ്യതയിലേക്ക് പോവുള്ളൂ. 57 കോടി എടുത്ത് അല്ലെ 62 കോടി എടുത്ത് ഒരു മാസം ഇത് എവിടുന്ന് കണ്ടെത്തും എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അത് സാറാണ് ഭരിക്കുന്നത്, സാറിൻ്റെയാണ് ധനകാര്യം. പക്ഷേ ഇത് പാവപ്പെട്ട ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ളൊരു മുന്നോട്ടുള്ള വഴിയാണിത്. അത് ഞങ്ങൾക്കറിയാം. അതേസമയം ഒരുപാട് ആശുപത്രി കിടക്കാൻ രോഗികൾക്ക് കട്ടിലില്ലാത്ത ഒരവസ്ഥയുള്ള നാടാണ് ഈ കേരളം. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ വയറ് മുറുക്കി കൊടുത്തും താങ്കളുടെ ഖജനാവിലേക്ക് പൈസ ടാക്സ് വിഹിതം അടയ്ക്കുന്നവരാണ് കേരളത്തിലെ ഓരോ ആൾക്കാരും. അവർക്കൊരു മുൻകരുതലാണ് ആകണം സാർ. അല്ലാതെ സർക്കാർ ജീവനക്കാർ സർക്കാർ ഓഫീസിൽ ചുമ്മാ ഇരുന്ന് ശമ്പളം മേടിക്കുന്നവർക്ക് വീണ്ടും ഫ്രീ ആയിട്ട് KSRTC സൗജന്യ യാത്ര
സാധാരണക്കാരൻ വല്ലപ്പോഴും ഒന്നാണ് സാർ KSRTC യാത്ര ചെയ്യുന്നത്. ഇതിപ്പോൾ സർക്കാർ ജീവനക്കാർ എന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഒന്നുകൂടെ സൂഹിക്കാം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഗുണവും ഇല്ല. സാർ കൂടി വന്ന ഒരു 3 അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഇത് പൊട്ടിപ്പാളിയതാവും. KSRTC ഇല്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സാർ പറഞ്ഞ വാഗ്ദാനം മുഖ്യം പാലിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷേ പാവപ്പെട്ട രോഗികളെ കാണാതെ പോകരുത്. ഒരു ദിവസം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയൊരു ചെക്കപ്പിന് പോയാൽ തന്നെ ഞാൻ അവിടെ 2 ദിവസം തങ്ങണം. ഒരിടത്ത് പോയി ബ്ലഡ് പരിശോധിച്ചാൽ വേറൊരിടത്ത് പോയി അതിൻ്റെ സ്കാനിങ് എടുക്കണം, വേറൊരിടത്ത് പോയി മൂത്രം ചെക്ക് ചെയ്യണം, വേറൊരിടത്ത് പോയി മലം ചെക്ക് ചെയ്യണം സാർ. ആ അവസ്ഥയാണ് മെഡിക്കൽ കോളേജിന്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് ലോബികളെ സഹായിക്കുവാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കമ്മീഷനും കൈക്കൂലിയും മേടിച്ചുകൊണ്ട് പുറത്തേക്കാണ് കുറിച്ച് വിടുന്നത്. ഇപ്പോഴും മരുന്നിന് സ്വന്തമായിട്ട് സർക്കാരിൻ്റെ മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ സ്റ്റോർ അടക്കമുള്ള സ്റ്റോറുകളിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ കുറിച്ചാൽ പോരാ, തൊട്ടടുത്ത് പറയുന്നിടത്ത് പോയി മേടിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ എക്സ്റേ എടുത്തുകൊണ്ട് വന്ന ഒരനുഭവം ഞാൻ പറയാം. എക്സ്റേ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ആ എക്സ്റേ തെളിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് മാറ്റിച്ച ഡോക്ടർമാർ ഇപ്പോഴും ഉണ്ട് മെഡിക്കൽ കോളേജിൽ. സാർ തന്നെ ഒന്ന് രഹസ്യമായി അന്വേഷിച്ച് അറിയാവുന്നേ ഉള്ളൂ. ഇതൊക്കെ സാറിൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ് നടക്കുന്നത്. സാറ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കൊച്ചു കേരളത്തിൻ്റെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങളായി പറയുന്നത്. അതിനൊക്കെയാണ് ഒരു മാറ്റം വേണ്ടത്. പ്രൈവറ്റ് ലോബികളെ, സ്കാനിങ് സെൻറ്റർ പോലുള്ള ലോബികളെ സഹായിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഡോക്ടർമാർ കുറിച്ച് തരും. ഇന്ന ലാബിൽ പോയി എടുത്തുകൊണ്ട് വരാൻ. വേറെ ലാബിൽ എടുത്തുകൊണ്ട് വന്നാൽ അത് തെളിഞ്ഞിട്ടില്ല, അതിന് തെളിമ പോരാ, അതിന് വെളിച്ചം കുറവാ, വേറെ എടുക്കണമെന്നും പറഞ്ഞ് വീണ്ടും പാവപ്പെട്ട രോഗികളെ പിഴിയാണ്. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനൊരു തിരുത്തലും മാറ്റം ഉണ്ടായാലേ KSRTC യാത്ര ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ സാർ ഞങ്ങൾക്ക് ബഡ്ജറ്റ്, അതിനുള്ള യാത്ര ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ട്, ഞങ്ങൾ നടക്കില്ല, ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് പോയിക്കോളാം. സാറ് ഒരു കാര്യം കൂടി പറയുകയാണ്, മദ്യം സാർ എന്നെ കേരളത്തിലെ ആണുങ്ങൾ മദ്യം കുടിക്കുന്നില്ല എന്ന് വെച്ചാൽ താങ്കൾക്ക് ഖജനാവിൽ എങ്ങനെ പൈസ വരും? അല്ലെങ്കിൽ ഇപ്പോൾ 57 കോടി ഇനി സാറ് കണ്ടെത്തണം, അതെങ്ങനെ വരും? അതിനും ഈ കുടിക്കുന്ന ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേരളത്തെ പിടിച്ചു നിർത്താൻ. അപ്പം ആണുങ്ങൾക്ക് പകുതിയെങ്കിലും ടിക്കറ്റ് കുറച്ച് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്താഴപ്പട്ടിണിക്കാരന് 7 മണി മുതൽ യാത്ര ചെയ്യുന്ന തൊഴിലാളികളുണ്ട് സാർ. എന്ന് വെച്ചാൽ തൊഴിലാളികൾ എന്ന് വെച്ചാൽ കൂലിപ്പണി, കൃഷിയിടത്ത് ഇറങ്ങി കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പോലും സത്യം പറഞ്ഞാൽ ഈ KSRTC യാത്ര പ്രയോജനമല്ല. അവർക്ക് പോലും ഇത് സർക്കാർ താങ്കളുടെ കീഴിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് ആനുകൂല്യമാണ്. കാരണം അവർക്ക് പോയിട്ട് വരാം. സർക്കാരിൻ്റെ പെൻഷൻ, സർക്കാരിൻ്റെ ഗ്രാറ്റുവിറ്റി, സർക്കാരിൻ്റെ ശമ്പളം, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ KSRTC യാത്രയും സൗജന്യം. ഇതെല്ലാം സർക്കാരിൻ്റെയാണ്. ഇവർ സർക്കാർ ജീവനക്കാർക്കെല്ലാം കിട്ടുന്ന ഇത് തികച്ചും സൗജന്യമായിട്ടാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരൻ ഇരിക്കുന്ന ഇരിപ്പ് യൂട്ടി ഇരിക്കുമ്പോൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ കുടുംബത്തിന് ജോലി. ഇതാ അവസ്ഥ. ഈ കൊച്ചു കേരളത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ജോലി കൊടുക്കണം, അത് PSC എഴുതി നല്ല മാർക്കുള്ളവരെ, മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾ പുറകെ നിൽക്കുകയാണ് സാർ. പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി ജോലി കിട്ടണമെന്ന് അപേക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും സാറ് കാണുന്നില്ല. 60-65 വയസ്സ് ആയവരെ അങ്ങ് കയറ്റിയെടുക്കുന്നു. അതാണ് ഇപ്പോൾ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒരുപാട് അർഹതപ്പെട്ടവർ നിൽപ്പുണ്ട്, എന്ന് വെച്ചാൽ കഴിവുള്ളവർ ഒരുപാട് പേര് നിൽപ്പുണ്ട്. അപ്പം അവർക്ക് വേണ്ടി കണ്ണു തുറക്കണം. അതാണ് ചെയ്യേണ്ടത്. KSRTC ഇനിയുള്ള കാലം KSRTC ഇനിയും ബ്രേക്ക് ഡൗണൊക്കെ ആയിട്ട് വഴിയിലൊക്കെ കിടക്കുമ്പോൾ പയ്യെ പിണറായിയെക്കായാലും താഴേക്ക് പോകരുതെന്നൊരു അപേക്ഷയുണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷിച്ചാണ് ജനങ്ങൾ താങ്കളെ അധികാരത്തിൽ കയറ്റിയത്. അതിന് താഴോട്ട് പോകരുത്. കാരണം ജനങ്ങളെ വൻ കടക്കണിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക, പാവങ്ങളെ സഹായിക്കുക. അല്ലാതെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുത്തിട്ട് ഒരു ഉപകാരവും ഇല്ല. സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ഇതുകൊണ്ട് വല്ല ആനുകൂല്യം കിട്ടുന്നത്. സെക്രട്ടേറിയറ്റ് മുതൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യമുണ്ട്. കാരണം ഈ KSRTC ഫ്രീയാണ്. അല്ലാതെ ആർക്കാണ്? പാവപ്പെട്ട സാധാരണക്കാരൻ എത്ര ദിവസമാണ് ഒരു KSRTC യാത്ര ചെയ്യുന്നത്? അല്ലെ ഒരു സ്ത്രീ എത്ര ദിവസമാണ്? ഭർത്താവ് ഒരുമിച്ച് ഭാര്യ വീട്ടിൽ പോകണമെങ്കിൽ മാസത്തിൽ 3 മാസം കൂടുമ്പോൾ ഒന്നായിരിക്കും പോകുന്നത്. അതിന് സാർ KSRTCയിൽ ഫ്രീ ഒന്നും വേണ്ട, അവർ പോകും. ഇത് ഞാൻ ഏകപക്ഷീയം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നേ ഉള്ളൂ. ആരോഗ്യ മേഖലയിലാണ് സാർ ഇനി കണ്ണു തുറക്കേണ്ടത്. കാരണം എൻ്റെ നാട്ടിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് വരെ ഓടിയെത്താൻ ഏകദേശം 3 മണിക്കൂറോളം എത്തുന്നുണ്ട്. അവിടെ ഓടിയെത്തിയാൽ ഒരു കട്ടിലുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർ നോക്കണമെങ്കിൽ കയ്യെ കാലേ പിടിക്കണം.
അതാണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. അതിനൊക്കെ ഒരു മാറ്റമാണ് സാർ ആദ്യം കൊണ്ടുവരേണ്ടത്. അല്ല KSRTC നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി താങ്കൾ ഇനിയും ഈ കേരളത്തെ വൻ കടക്കണിയിലേക്കാണ് കൊണ്ടുപോരുന്നത്. അതുമാത്രം ഒരപേക്ഷയായി കരുതുക. എന്തായാലും ഭരണം മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയും, അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് പോകണം എന്ന പ്രതീക്ഷയാണെങ്കിൽ പാവങ്ങളെ സഹായിക്കുക, പാവങ്ങളുടെ മനസ്സ് കാണുക, അവരുടെ കണ്ണീര് കാണുക. അതാണ് ഭരണത്തിൻ്റെ വിജയം.